ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് രാവിലെ തന്നെ വല്ലാത്തൊരു കൊതി കശുവണ്ടിക്കറി കൂട്ടണമെന്ന്. കൊതി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്ന പ്രശ്നമില്ല. അപ്പൊ നേരെ വിട്ട് കശുവണ്ടി തോട്ടത്തിലേക്ക്. അപ്പൊ ഇപ്രാവശ്യം നേരത്തെ മഴ വന്നത് കാരണം കശുവണ്ടി തോട്ടമെല്ലാം മൊത്തം കാട് കയറി കിടക്കുകയാണ്. അതുപോലെ തന്നെ കശുവണ്ടി കടകളിലും ആർക്കും വേണ്ട. അപ്പൊ അതും എല്ലാം മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഒന്നും കൂട്ടാക്കാതെ കശുവണ്ടി പെറുക്കി. കൊതുകാണെങ്കിൽ പട്ടാളം വരുമ്പോലെ പുറകെ തന്നെയുണ്ട്. അപ്പൊ കശുവണ്ടിക്കറി കൂട്ടാനുള്ള കൊതി കാരണം അതൊന്നും വകവെച്ചില്ല. അപ്പൊ അങ്ങനെ കശുവണ്ടി എല്ലാം പെറുക്കി വീട്ടിലെത്തി. പിന്നീടാണ് ഈ മെനക്കെട്ട പണി പിന്നീടും ഉണ്ട്. അപ്പൊ അത് കൊത്തിപ്പൊളന്ന് അതിന്റെ പരിപ്പെടുക്കണം. അപ്പൊ അങ്ങനെ പൊളന്ന് എല്ലാം ഇട്ടതിന് ശേഷം പരിപ്പെടുത്ത് ചൂടുവെള്ളത്തിലിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ അതിന് വേണ്ടുന്ന മസാല എല്ലാം തയ്യാറാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കടായി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട്, കുറച്ച് കുരുമുളക് ഇട്ട്, കുറച്ച് പെരിഞ്ചീരകം ഇട്ട്, 5-6 വെളുത്തുള്ളി അല്ലി ഇട്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അങ്ങനെ വറുത്ത് വന്ന മസാല കൂട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയും ഇട്ട് ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ചൂടാക്കി എടുത്ത മസാല കൂട്ടിനെ നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്ത് വരുന്നുണ്ട്. അങ്ങനെ അരച്ചെടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട്, കടുക് പൊട്ടി വരുന്ന സമയത്തേക്ക് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട്, 2 വറ്റൽമുളക് ഇടുക, കുറച്ച് കറിവേപ്പില ഇടുക. ഇത്രയും ഇട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾക്ക് അതിലേക്ക് ആവശ്യം എന്ന് വെച്ചാൽ തേങ്ങാക്കൊത്താണ്. അപ്പൊ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടുക, 2 പച്ചമുളക് ഇടുക. തേങ്ങാക്കൊത്ത് കരിഞ്ഞു പോകുന്ന വരെ ചൂടാക്കരുത്. അപ്പൊ ഒന്ന് വഴറ്റിയെടുക്കാനേ പാടുള്ളൂ. പിന്നീട് 1 കപ്പ് കൊച്ചുള്ളി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ കൊച്ചുള്ളിയും കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം, ഒന്ന് വഴറ്റിയെടുക്കാനേ പാടുള്ളൂ. അപ്പൊ ഇത്രയും ഇട്ട് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു 2 ചെറിയ തക്കാളിയാണ്. അപ്പൊ അതും ഇട്ട് നമ്മൾ അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ എടുത്തു വെച്ച കശുവണ്ടി പരിപ്പും കൂടെ അതിലേക്ക് ഇടുക. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. കാരണം കുറച്ചിട്ടാൽ മതി. കാരണം ആദ്യം നമ്മൾ മസാലയിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം, ഒരു കളറിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ അത് തന്നെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നീട് നമ്മൾ അരച്ചു വെച്ച അരപ്പും കൂടെ അതിലേക്ക് ഒഴിച്ച് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ചട്ടിക്കകത്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ അതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വേവുന്ന സമയത്തേക്ക് നമ്മൾ തലേന്നെ അരച്ചു വെച്ച ദോശക്കൂട്ടിനെ കല്ലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് പരത്തിയെടുത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ നമ്മളെ ദോശയും അങ്ങനെ സ്റ്റൗവില് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് കറി റെഡി ആവുന്നുണ്ട്. അപ്പം എല്ലാം റെഡിയായി കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ചാറൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചാക്കാം. എനിക്ക് ദോശ വന്നതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചാറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദോശ ഇപ്പുറത്ത് റെഡിയായി. അപ്പൊ അതിനെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ച് കറി ഒഴിച്ച് ഞാനൊന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ.